ഹലോ, അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് കോൺ മേക്കിംഗ് ആണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രൈഡൽ കോൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ തന്നെയാണ്. ബ്രൈഡൽ കോൺ ആയാലും നോർമൽ കോൺ ആയാലും ഇനിയിപ്പോൾ പ്രാക്ടീസ് കോൺ ആയാലും ഉപയോഗിക്കുന്ന പൗഡർ രാജസ്ഥാനി ഹെന്ന പൗഡർ ആയിരിക്കും. അപ്പോൾ പ്രാക്ടീസ് കോൺ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്ന പൗഡർ 50 ഗ്രാം, അതുപോലെ തന്നെ ഷുഗർ 20 ഗ്രാം, വാട്ടർ 90 മില്ലി, ഏതെങ്കിലും ഒരു ഓയിൽ 15 ml. അത് സൺഫ്ലവർ ഓയിൽ ആവാം, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ആവാം, ഇനി ഒലിവ് ഓയിൽ ആവാം, എന്തും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓരോ ഹെന്ന പൗഡറിനും വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സിങ് കറക്റ്റായി വന്നെങ്കിൽ ഏത് കോണായാലും മേക്ക് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ. അതിൽ എയറൊന്നും ഇല്ലാതെ നമുക്ക് ഡയറി റിലീസിന് വെക്കാൻ സാധിക്കുള്ളൂ. ഇതിലിപ്പോൾ വാട്ടർ കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ടാണ് ചെയ്യുന്നത്. പിന്നെയും നല്ലോണം മിക്സ് ചെയ്യണം. പേസ്റ്റ് നല്ല സ്മൂത്തായി വരുന്നവരെ നമ്മൾ മിക്സിങ് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ ഈ ചാനലിൽ തന്നെ കുറച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ 240 മില്ലിയാണ് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നത് 100 ഗ്രാം ഹെന്ന പൗഡറിന്. സോ ഈ ഹെന്ന പൗഡർ ആയിരുന്നില്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഓരോന്ന് യൂസാക്കി നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൗഡർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത് നമുക്ക് കിട്ടിയ ഒരു പൗഡറാണ് ഇത്. മിക്സിംഗ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പേസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റിന് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും. ഇപ്പോൾ പേസ്റ്റ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറി റിലീസിന് വെക്കുകയാണ്. അപ്പോൾ 2 hour മുതൽ 24 hour വരെ നമുക്ക് ഡയറി റിലീസിന് വേണ്ടിയിട്ട് വെക്കാം. പക്ഷേ നമ്മൾ ബ്രൈഡൽ കോണൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് 6 to 8 hour ആണ് വെക്കാറുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെ നല്ലൊരു സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഞാനിതിൽ കാണിക്കുന്നത്. കോൺ ഫില്ലിങ്ങോ റോളിങ്ങോ ഒന്നും ഇതിൽ കാണിക്കണില്ല. പേസ്റ്റ് മേക്കിങ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറി റിലീസ് കഴിഞ്ഞിട്ട് 8 hour കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ആഫ്റ്റർ ഡയറി റിലീസിന് ശേഷം മുകൾ ഭാഗത്ത് നല്ലൊരു ഡാർക്ക് റെഡായിട്ടും താഴ്ഭാഗത്തൊരു ഗ്രീനായിട്ടാണ് കാണുന്നത്. ബ്രൈഡൽ കോണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലേറെ ഡാർക്കായിരിക്കും കേട്ടോ. ഇത് എസൻഷ്യൽ ഓയിലൊന്നും ചേർക്കാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ പൗഡറിൻ്റെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. എസൻഷ്യൽ ഓയിലിൻ്റെ കളർ ഇതിൽ വരില്ല. ഇനി നല്ല പോലെ മിക്സ് ആക്കലാണ് വേണ്ടത്. നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പൗഡർ ചേർത്താൽ മതി. 1-2 സ്പൂൺ ചേർക്കണതിന് കുഴപ്പമില്ല. ഇനി അതല്ല വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയും ചെയ്യാം. കൂടുതൽ പേസ്റ്റുള്ള സമയത്ത് നമുക്ക് ബീറ്ററൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ വെറും സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ 1/2 kg ഹെന്ന പേസ്റ്റ് മിക്സ് ചെയ്യുമ്പോഴൊക്കെ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. 1 kg ഒക്കെ ആകുമ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യും. 1 kg ഒരു സമയത്ത് ചെയ്തപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ ബീറ്റർ എടുത്തു. അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്പാച്ചിൽ തന്നെയാണ് ബെസ്റ്റ്. കൂടുതലുണ്ടാകുന്ന സമയത്ത് ബീറ്ററാണ് ബെസ്റ്റ്. പേസ്റ്റ് നല്ല സ്മൂത്തായി എന്ന് കണ്ടാൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് പേസ്റ്റിൽ സ്പാച്ചില നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഹെന്ന പേസ്റ്റ് സ്പാച്ചിലയുടെ കൂടെ മുകളിലേക്ക് വരും. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഗ്രീൻ കളറിലുള്ള പേസ്റ്റാണ്. ഇനി ഹെന്ന പേസ്റ്റ് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കാം. ഇത് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കിയുള്ള പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ സോക്സ് വെച്ചിട്ട് നമ്മൾ സിഫ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഡയറക്റ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൂക്ഷിക്കാറാണുള്ളത്. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള കോണം മേക്ക് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം.